കേട്ടില്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ സുഖമായപ്പോ, എന്നാൽ രോഗമായതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉസ്താദ് അവറുകളെ വളരെ മോശമായി ദജ്ജാൽ എന്ന് പ്രയോഗിച്ച ഒരു മനുഷ്യനും ഈ കേരളം ജന്മം നൽകിയല്ലോ. സയ്യിദ് അലിയുൽ ഹാസിമി തങ്ങളവറുകൾ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു ദിനമാണ്. ഒരു ദിവസം മുമ്പ് അതാ അബൂദാബിയിൽ നിന്ന് മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇരുന്ന് സംസാരിക്കുന്ന ശബ്ദവും കണ്ടപ്പോൾ എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ചില അസൂയക്കാരുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ കൊതിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ മരിച്ചാൽ അവരിവിടെ തന്നെ കാലകാലം ജീവിക്കുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് മാത്രം പോകാനുള്ള വഴിയല്ലല്ലോ മരണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ? നിശ്ചയിക്കപ്പെട്ടതല്ലാതെ ഒരാളെ ജീവിതത്തിൽ സംഭവിക്കൂല, നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ ഒരാളും മരിക്കൂല. അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വേണം. അതിനെല്ലാവരും റബ്ബിനെ ഓർക്കുന്നവരാകണം. ആ റബ്ബാണ് കൊടുക്കുന്നവൻ, ആ റബ്ബാണ് തടയുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിയുന്ന ജനങ്ങളെ ഇവിടെ ഉണ്ടാക്കലാണ് പണ്ഡിതന്മാരെ ദൗത്യം. ഇത്തഖദൂ ദീനഹും ലൈബൻ വലഹ്വാ. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങളെ സൃഷ്ടിച്ചത് അതാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന നിർവഹിക്കാനാണ്. അതിന് ഗുണകരമായ ഫലവത്തായ ആരോഗ്യത്തിന് ഗുണകരമായ കളി കളിക്കുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് അതാ അള്ളാഹുവിനുള്ള ചിന്ത അത് മാറ്റി മറ്റ് പലതിലേക്കും യുവാക്കളുടെ ചിന്ത തിരിക്കുന്നതിനോട് ആലിമീങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. സന്തോഷം കാണുമ്പോൾ മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഒരു മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി